ഹായ്, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ് ഡെയിലി ന്യൂസ് ഡെസ്ക്. ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ന്യൂസ്: സിംപ്ലിഫൈഡ് ടു റേറ്റ് GST സ്ട്രക്ചർ ഗെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് നോട്ട്. ഷുഡ് സുപ്രീം കോർട്ട് സീറ്റ് പവർലെസ് ആസ് ഗവർണേഴ്സ് ബ്ലോക്ക് ബിൽസ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. പോൾ ഇന്റഗ്രിറ്റി ആൻഡ് സെൽഫ് സബോട്ടേജ് പാർട്ടീസ് ആൻഡ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. വാട്ട് ഹാസ് നോട്ടോ സെഡ് അബൌട്ട് ഓർഗൻ ഡൊണേഷൻ ടു വിമൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ന്യൂസ്: സിംപ്ലിഫൈഡ് ടു റേറ്റ് GST സ്ട്രക്ചർ ഗെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് നോട്ട്. അതായത് എന്താണ് GST എന്ന് പറയുമ്പോൾ എന്താ? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പൊ GST എന്നാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? 2017 എന്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ്? അതായത് സെൻട്രലിലെയും സ്റ്റേറ്റിന്റെയും മൾട്ടിപ്പിൾ ടാക്സസ് അതിനെ മാറ്റിക്കൊണ്ട് ഒരൊറ്റ GST, ഒറ്റ ടാക്സ് എന്ന രീതിക്കാണ് GST വന്നത്. കറന്റ് GST സ്ട്രക്ചർ, കറന്റ് സ്ലാബ്സ് ഏതൊക്കെയാ? 5%, 12%, 18%, 28% സ്ലാബ്സ് ആണ് കറന്റ് GST സ്ട്രക്ചർ എന്ന് പറയുന്നത്. റീസെന്റ് ഡെവലപ്മെന്റ് എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ഒരു പ്രപ്പോസൽ കൊണ്ടുവന്ന് അപ്പൊ GST കൗൺസിൽ ഫോം ചെയ്ത ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ഓൺ റേറ്റ് റാഷണലൈസേഷൻ എന്താണ്? ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു. ടു അഡോപ്റ്റ് എ ടു റേറ്റ് GST structure. Group of ministers will recommended this proposal to the GST council. The council will take the final decision. Center's plan എന്താണ്? Retain 5% and 18% slabs. അബോളിഷ് ചെയ്യാം 12% and 28% സ്ലാബ്സ്. ഓക്കെ, അതായത് 12% വരുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അതെങ്ങോട്ടാണ്? ഈ 5%ലോട്ടും 28% വരുന്ന ഐറ്റംസ് എങ്ങോട്ടേക്കാണ്? ഈ 18%ലേക്കുമാണ് പോകുന്നത്. ഇനി ഈ 28% എന്താണ്? 19% ഐറ്റംസ് ആണ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ബാക്കി 10% എന്താണ്? 14%ലേക്കും പോകും. അതിനാണ് സിൻ ഗുഡ്സ്. അത് ഏതൊക്കെയാ? ടൊബാക്കോ, സിഗരറ്റ്സ്, ഓൺലൈൻ ഗെയിമിംഗ് ഒക്കെയാണ് വരുന്നത്. 28% ഉണ്ടായിരുന്ന കോമ്പൻസേഷൻ സെസ് എന്താണ് ഇനി ആപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ചെയർപേഴ്സൺ ആരാണ്? സാമ്രാട് ചൗധരി, ബീഹാർ ഡെപ്യൂട്ടി CM. അതുപോലെ സെന്റർ എന്താണ്? പ്രൊപ്പോണന്റ് ഓഫ് ടു റേറ്റ് സ്ട്രക്ചർ. സ്റ്റേറ്റ് എന്താ? കൺസേൺഡ് അബൌട്ട് പൊട്ടൻഷ്യൽ റവന്യൂ ലോസ്. കോമ്പൻസേഷൻ മെക്കാനിസം സജസ്റ്റഡ്. പിന്നെ കേരള ഫിനാൻസ് മിനിസ്റ്റർ എന്താ പറയുന്നത്? ഡിസ്കഷൻ അറ്റ് ദ GST കൗൺസിൽ ടു എംബസൈസ്. ഇതിനെ പറ്റിയിട്ട് എന്താണ്? GST കൗൺസിലുമായിട്ട് ഡിസ്കഷൻ വേണമെന്നാണ് കേരള ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത്. ഗവൺമെന്റിന്റെ ഒബ്ജക്റ്റ് എന്താണ്? റെഡ്യൂസ് ടാക്സ് ബർഡൻ ഓൺ കോമൺ മാൻ. അതെന്താണ്? നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നത്തെ സ്പീച്ചിൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളത് കുറയ്ക്കും എന്നിട്ടുള്ളത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. സിംപ്ലിഫൈ GST സ്ട്രക്ചർ ആൻഡ് ഇംപ്രൂവ് കംപ്ലൈൻസ് ആൻഡ് എഫിഷ്യൻസി. ഇതാണ് ഗവൺമെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. ഇനി മെയിൻസിലേക്ക് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 3, GS പേപ്പർ 2 വരുന്നത്. GS പേപ്പർ 3 ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ്. GS പേപ്പർ 2 ആണെങ്കിൽ പൊളിറ്റി, ഗവർണൻസ്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കുക, വർക്ക്ഔട്ട് ചെയ്യുക. അതിനുശേഷം എന്താണ് ഇത് ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് നോക്കാം. എന്താണ്? ഷുഡ് സുപ്രീം കോർട്ട് സിറ്റ് പവർലെസ് ആസ് ഗവർണേഴ്സ് ബ്ലോക്ക് ബിൽസ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അതായത് ഇതിലെന്താ പറയുന്നത്? സുപ്രീം കോർട്ട് ഇപ്പൊ ആരാണ് ചീഫ് ജസ്റ്റിസ്? BR ഗവായ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഗവർണർ സ്റ്റേറ്റ് ബിൽസ് അസെൻഡ് ചെയ്യാതെ ഈ ഡിലേ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഹൈലൈറ്റിംഗ് പൊട്ടൻഷ്യൽ ത്രെറ്റ് ടു ഡെമോക്രസി ആൻഡ് ലെജിസ്ലേറ്റീവ് ഫങ്ഷനിങ്സ്. ഈ ന്യൂസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കീ പോയിന്റ്സ് എന്താണ്? ഇതിലെ ഇഷ്യൂ ആയിട്ട് പറയുന്നത് എന്താണ്? ഗവർണേഴ്സ് withhold assent to state bills for years can paralyze state legislatures and thwart the democratic will of the people. അതായത് എന്താണ്? ഗവർണർ ഇങ്ങനെ ഈ അസെന്റ് ചെയ്യാതെ സ്റ്റേറ്റ് ബിൽസ് ഹോൾഡ് ചെയ്താൽ എന്താണ്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്താണ്? പാരലൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹം എന്താ പറയുന്നത്? തമിഴ്നാടിന്റെ കേസ് ആണ് പറയുന്നത്. ഇങ്ങനെ അസെന്റ് കൊടുക്കാതെ ഏകദേശം എന്താണ് 4 years വരെ എന്താണ് ബില്ല് പെൻഡിങ് ചെയ്ത് വെച്ചു. സുപ്രീം കോർട്ട് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒബ്സർവേഷൻ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ എന്താ? ജുഡീഷ്യൽ റിവ്യൂ cannot be powerless over constitution inaction. ഒരു പാസ്റ്റ് ജഡ്ജ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് എന്താ പറയുന്നത്? സ്ട്രൈക്കിംഗ് ഡൗൺ 42nd amendment show the court protects the basic structure. Okay, governors are not accountable to the people unlike elected representatives. Need for some mechanism to prevent bills from remaining in vacuum indefinitely. അതായത്
ഗവർണേഴ്സ് എന്താണ് ജനങ്ങൾക്ക് അക്കൗണ്ടബിൾ അല്ല, എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സിന്റെ കൂട്ട് അക്കൗണ്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. അതുപോലെ എന്താണ് യൂണിയൻ ഗവൺമെന്റ് ഓർ സോളിസിറ്ററി ജനറലിന്റെ ആർഗ്യുമെന്റ് എന്താണ്? ജുഡീഷ്യറി ഷുഡ് റെസ്പെക്ട് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഓക്കെ, ഗവർണേഴ്സ് ഡിസിഷൻ ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സ്, നോട്ട് സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷൻസ്. പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി എന്താണ്? പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി ഈസ് ദ സൊല്യൂഷൻ. Elected representatives answer to the people every 5 years. Time limits cannot be imposed on governors where none exist in the constitution. ഇതാണ് ഒരു യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട്. സിഗ്നിഫിക്കൻസ് എന്താണ്? ഹൈലൈറ്റ്സ് ദ ബാലൻസ് ബിറ്റ്വീൻ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. അതുപോലെ എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ ഹൈലൈറ്റ് ചെയ്യുക. അതിന്റെ എന്താണ്? ഡെമോക്രാറ്റിക് ഗവേണൻസ്. ഇതൊക്കെയാണ് എന്താ ഹൈലൈറ്റ്സ് ചെയ്യുന്നത്. റൈസസ് ക്വസ്റ്റ്യൻ ഓൺ ദ റോൾ ഓഫ് ജുഡീഷ്യറി ഇൻ എൻഷുറിംഗ് ഫങ്ഷണൽ ലെജിസ്ലേച്ചേഴ്സ്. ഈ ഒരു ന്യൂസിന്റെ എന്താണ് സിഗ്നിഫിക്കൻസ്? ഇതൊക്കെയാണ്. ഈ ന്യൂസ് ഏതിലൊക്കെയാണ് വരുന്നത്? GS പേപ്പർ 2-ലാണ് വരുന്നത്. റോൾ ആൻഡ് പവേഴ്സ് ഓഫ് ഗവർണേഴ്സ് ആൻഡ് പ്രസിഡന്റ്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ചെക്ക് ആൻഡ് ബാലൻസ്, ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ, ഫങ്ഷനിങ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്. ഈ ന്യൂസ് ഈ മെയിൻസിൽ ഈ ഭാഗത്താണ് വരുന്നത്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് നോക്കുക. അടുത്ത ന്യൂസ് നോക്കാം. പോൾ ഇന്റഗ്രിറ്റി ആൻഡ് സെൽഫ് സബോട്ടേജ് പാർട്ടീസ് ആൻഡ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ എന്താ? ഇലക്ട്രൽ റോൾസ് ഇൻ ഇന്ത്യ സഫർ ഫ്രം എന്തിനാണ്? ഡ്യൂപ്ലിക്കേഷൻ, ഗോസ് വോട്ടേഴ്സ്, ineligible entries and inaccurate details which enable electoral fraud like impersonation and multiple voting. നമ്മൾ റീസെന്റ് ആയിട്ട് ന്യൂസിൽ കണ്ടതാണ് എന്താണ് ഈ കള്ളവോട്ട് കാര്യങ്ങൾ, അതായത് പലർക്കും കൃത്യമായ അഡ്രസ് ഇല്ല, അങ്ങനെ പല പല ഇഷ്യൂസ് ഒക്കെ നമ്മൾ കണ്ടു. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബോത്ത് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് പ്ലേ എ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഇലക്ട്രൽ ഇന്റഗ്രിറ്റി. നമുക്ക് ഈ ന്യൂസിൽ എന്താ പറയുന്നത് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. റോൾ ആൻഡ് ക്രെഡിബിലിറ്റി ഓഫ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. പ്രൈമറി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻറ്റെയിൻ ക്ലീൻ ആൻഡ് ആക്യുറേറ്റ് ഇലക്ട്രൽ റോൾസ്. പാസ്റ്റ് ക്രെഡിബിലിറ്റി എന്താണ്? അണ്ടർ TN Session, election commission became proactive and gained teeth, implemented model code of conduct, monitored poll expenses and introduced EPIC cards to prevent bogus voting. Decline in credibility എന്താണ്? കറണ്ട് ഒപ്പേസിറ്റി, പുവർ ഇൻസ്പെക്ഷൻ മെക്കാനിസം, അതുപോലെ എന്താണ്? ഫെയിലിയർ ഓഫ് അഡ്രസ് ഇൻകൺസിസ്റ്റൻസീസ് ഹാവ് ഇറോഡഡ് പബ്ലിക് ട്രസ്റ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റഗ്രിറ്റി. അടുത്ത നോക്കുകയാണെങ്കിൽ എന്താ? സേഫ് ഗാർഡ്സ് എക്സിസ്റ്റ് ഇൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മാനുവൽസ് ടു പ്രിവെന്റ് മാനിപ്പുലേഷൻ. ഇതെന്താണ്? ബൾക്ക് ആപ്ലിക്കേഷൻ ലിമിറ്റ് അൺലെസ് ഫ്രം സെയിം ഫാമിലി. അതുപോലെ അടുത്ത പറയുന്നത് എന്താണ്? ബൂത്ത് ലെവൽ ഏജൻസ് BLAs എന്താണ്? BLAs 10 ആപ്ലിക്കേഷന് പെർ ഡേ നോക്കാകും. അതുപോലെ തന്നെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്താണ്? ഒരു റാൻഡം ആയിട്ട് ഒരു 30 ആപ്ലിക്കേഷൻസ് ചെക്ക് ചെയ്യണം. പേഴ്സണൽ വെരിഫിക്കേഷൻ ഉറപ്പായിട്ടും ചെക്ക് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, റോൾ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. പാർട്ടീസ് ലോക്കൽ ലെവൽ എൻഗേജ്മെന്റ് ഹാസ് ഡിക്ലൈൻ ഡ്യൂ ടു എന്താണ്? ഷിഫ്റ്റ് ഫ്രം ട്രഡീഷണൽ ക്യാമ്പയിനിങ്. അതായത് ട്രഡീഷണൽ ക്യാമ്പയിനിങ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹൗസ് വിസിറ്റ്, സ്ട്രീറ്റ് മീറ്റിംഗ്സ് ഒക്കെ ആയിരുന്നു. ഇത് ഈ ഒരു ട്രഡീഷണൽ ക്യാമ്പയിനിങ് എന്തിലോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്? ഡിജിറ്റൽ ക്യാമ്പയിൻസ്, AI ചാറ്റ് ബോക്സ്, അതുപോലെ എന്താണ്? പ്രൊഫഷണൽ കൺസൾട്ടൻസ്, ഇതിലേക്ക് ചേഞ്ച് ചെയ്തു. ഇതും ഒരു റീസൺ ആയിട്ടാണ് പറയുന്നത്. സെൻട്രലൈസേഷൻ ഓഫ് പാർട്ടി പവർ, ലോക്കൽ വർക്കേഴ്സ് നൗ പ്ലേ റെഡ്യൂസ്ഡ് റോൾ. റിലയൻസ് ഓൺ പ്രൊഫഷണൽ കൺസൾട്ടൻസ് ഫോർ ക്യാമ്പയിൻ സ്ട്രാറ്റജി, മെസ്സേജിങ് ആൻഡ് കാൻഡിഡേറ്റ് സെലക്ഷൻ. ഓക്കെ, അതുപോലെ എന്താ കോൺസിക്വൻസ് ആയിട്ട് എന്താ പറയുന്നത്? നെഗ്ലക്ട് ഓഫ് ലോക്കൽ യൂണിറ്റ്സ് റെഡ്യൂസ് സ്ക്രൂട്ടണി ഓഫ് ഇലക്ട്രൽ റോൾസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതുപോലെ എന്താണ്? ലോക്കൽ പാർട്ടീസ് ആർ കീ ഡെമോക്രാറ്റിക് counterweights. Weak local engagement can allow systematic failures to go unchecked. ഇവിടെ ഇപ്പൊ എന്താ പറയുന്നത്? അതായത് ലോക്കൽ പാർട്ടീസിനൊക്കെ ഈ ഇലക്ഷനിൽ എന്താണ് അതിന്റെ ഒരു പാർട്ട് ആയിരുന്നു. എന്നാൽ ഇപ്പൊ എന്താ? അവരുടെ ഇടപെടലൊക്കെ കുറഞ്ഞു. അതും എന്താണ്? ഈ ഒരു സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ബൂത്ത് ലെവൽ ഏജൻസ് അപ്പോയിന്റഡ് ബൈ പൊളിറ്റിക്കൽ പാർട്ടീസ് ടു അസിസ്റ്റ് ഇലക്ട്രൽ ഓഫീസർ അറ്റ് ദ ലോക്കൽ ലെവൽ. എന്താണ്? ബൂത്ത് ലെവൽ ഏജൻസ് അല്ലെങ്കിൽ BLAs എന്ന് പറയുന്നത് എന്താണ്? പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അസിസ്റ്റ് ഇലക്ട്രൽ ഓഫീസർ അറ്റ് ദ ലോക്കൽ ലെവൽ. മസ്റ്റ് ബി രജിസ്റ്റേർഡ് വോട്ടേഴ്സ് ഇൻ ദ സെയിം ഇലക്ട്രൽ റോൾ. BLAസിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറയുന്നത്? സ്ക്രൂട്ടനൈസ് ഡ്രാഫ്റ്റ് റോൾസ് ഡ്യൂറിംഗ് റിവിഷൻസ്, സജസ്റ്റ് ഡിലീഷൻ,
അഡീഷൻ ഓർ കറക്ഷൻസ്. ഇവരാണ് ഈ പറഞ്ഞ എന്താണ് ആരെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും അതിൽ നിന്ന് മാറ്റാനുണ്ടെങ്കിലോ അതിന്റെ കറക്ഷൻ കാര്യങ്ങളൊക്കെ എന്താണ് BLAs ആണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. എൻഷുർ ചെക്സ് ആൻഡ് ബാലൻസ് ടു പ്രിവെന്റ് ഫ്രോഡ്. അതുപോലെ എന്താണ് ഫെയിലേഴ്സ് നോട്ടഡ് ലാർജ് സ്കെയിൽ irregularities. Example, Mahadevapura Assembly Constituency raise questions about influence, negligence or institutional bias. ഇതാണ് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടുവന്ന കാര്യം. ഓക്കെ, അടുത്തത് ടെക്നോളജിക്കൽ ആൻഡ് സ്ട്രക്ചർ ചേഞ്ചസ് ഇൻ പാർട്ടീസ്. അതായത് എന്താണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ അലോസ് ടോപ്പ് ലീഡേഴ്സ് ടു കണക്ട് വിത്ത് വോട്ടേഴ്സ് ഡയറക്ട്ലി ബൈ പാസിംഗ് ലോക്കൽ പാർട്ടി സ്ട്രക്ചർ. അപ്പൊ എന്താണ് ടോപ്പ് ലീഡേഴ്സുമായിട്ട് വോട്ടേഴ്സ് ഡയറക്റ്റ് കണക്ട് ചെയ്യാണ്. അപ്പൊ എന്താ ലോക്കൽ പാർട്ടീസിന് അതിന്റെ എന്താണ് ബേസ് ലെവലിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്തത് ഇതിന്റെ ഒരു ഫെയിലുവർ ആണ്. പ്രൊഫഷണൽ കൺസൾട്ടൻസ് എനേബിൾ എഫിഷ്യന്റ് ക്യാമ്പയിൻസ് ബട്ട് വീക്കൻ പാർട്ടി ഫൗണ്ടേഷൻസ് അറ്റ് ദ ഗ്രാസ് റൂട്ട്. പ്രൊഫഷണൽ കൺസൾട്ട് എന്താണ് ക്യാമ്പയിൻസ് ഒക്കെ എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ എന്താണ് പാർട്ടി ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ എന്താണ് വീക്കൻ ആവുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് എന്താ നമുക്ക് നോക്കാൻ പറ്റുക, അതായത് ഷോർട്ട് ടേമിലോട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എന്താണ് നമ്മളുടെ ഇലക്ട്രൽ എഫിഷ്യൻസി ആയിട്ട് തന്നെ കണക്കാക്കാം. പക്ഷെ ഒരു ലോങ് ടേമിലോട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് ഡെമോക്രാറ്റിക് എൻഗേജ്മെന്റ് ആൻഡ് ലോക്കൽ ഓവർസൈറ്റ് ഒക്കെ എന്താണ് ഫെയിലിയർ ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, കറണ്ട് എഫേർട്സ് ടു റീസ്റ്റോർ ഇന്റഗ്രിറ്റി എന്താണ് ഇൻക്രീസ്ഡ് സ്ക്രൂട്ടണി ഇൻ കേരള. അതായത് എന്താണ് പാർട്ടി ആക്റ്റീവ്ലി ഫ്ലാഗ് ഡ്യൂപ്ലിക്കേറ്റ് IDs, മൾട്ടിപ്പിൾ വോട്ടർ രജിസ്ട്രേഷൻ ആൻഡ് ഇൻകൺസിസ്റ്റൻസീസ്. അപ്പൊ എന്താണ് ഈ പറഞ്ഞ ഫ്രോഡ് കാര്യങ്ങളൊക്കെ എന്താണ് കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത് ഓപ്പർച്യൂണിറ്റി ടു റീവൈറ്റലൈസ് ഡോർമെന്റ് ലോക്കൽ യൂണിറ്റ്സ് റീഇൻഫോഴ്സിംഗ് ഗ്രാസ് റൂട്ട് പാർട്ടിസിപ്പേഷൻ. അതായത് എന്താണ് ഈ ലോക്കൽ ലെവലിലുള്ള ആളുകളെ അല്ലെങ്കിൽ പാർട്ടിയിലുള്ള ആൾക്കാരെ എന്താണ് റീവൈറ്റലൈസ് ചെയ്യുക, അത് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആക്കുക എന്നാണ് പറയുന്നത്. എംബസൈസ് ഓൺ പൊളിറ്റിക്സ് ബിറ്റ്വീൻ ഇലക്ഷൻസ്, ലോക്കൽ ഓർഗനൈസേഷണൽ വിജിലൻസ് ഷേപ്സ് ഇലക്ട്രൽ ഔട്ട്കംസ്. അടുത്ത നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ആക്യുറേറ്റ് ഇലക്ട്രൽ റോൾസ് ആർ എസെൻഷ്യൽ ഫോർ എന്ത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. അതുപോലെ എന്താണ് കൊളാബറേഷൻ ബിറ്റ്വീൻ ഇലക്ഷൻ കമ്മീഷൻ അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടീസ് അറ്റ് ദ ലോക്കൽ ലെവൽസ് ഈസ് ക്രൂഷ്യൽ. പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇലക്ഷൻ കമ്മീഷന്റെയും ആ ഒരു റോള് അല്ലെങ്കിൽ ഇടപെടൽ എന്താണ് ലോക്കൽ ലെവലിൽ മുതൽ വേണം, അതൊരു ക്രൂഷ്യൽ ആണ് എന്നാണ് പറയുന്നത്. നെഗ്ലക്റ്റിംഗ് ലോക്കൽ ലെവൽ ഓവർസൈറ്റ് റിസ്ക് എന്താണ് ഇലക്ട്രൽ മാനിപ്പുലേഷൻ ആൻഡ് ഇറോഷൻ ഓഫ് ഡെമോക്രസി. സ്ട്രോങ് ലോക്കൽ ഓർഗനൈസേഷൻ എൻഷുർ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഫങ്ഷൻ എഫക്റ്റീവ്ലി. ഓക്കെ, സ്ട്രോങ് ലോക്കൽ ഓർഗനൈസേഷൻ എന്താണ് എൻഷുർ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഫങ്ഷൻ എന്താണ് എഫക്റ്റീവായിട്ട് പോകുന്നുണ്ടെന്നൊക്കെ ഉള്ളത് ഉറപ്പിക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മീൻസിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് GS2 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇലക്ട്രൽ പ്രോസസ്, പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ഡെമോക്രസി, അതുപോലെ എന്താണ് മെക്കാനിസം ഫോർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്. അപ്പൊ ഈ പോയിന്റ്സ് നന്നായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം കേട്ടോ. അടുത്ത ന്യൂസ് നോക്കാം. വാട്ട് ഹാസ് നോട്ടോ സെഡ് അബൌട്ട് ഓർഗൻ ഡൊണേഷൻ ടു വുമൻ. നോട്ടോ എന്താണ് നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ നോട്ടോ. അപ്പൊ എന്താണ് നോട്ടോ ഒരു 10 പോയിന്റ് അഡ്വൈസറി ഇഷ്യൂ ചെയ്തു. ഇതിനകത്ത് എന്താണ് അഡ്രസ് ചെയ്യുന്നത് ജെൻഡർ ഡിസ്പാരിറ്റിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ജെൻഡർ ഡിസ്പാരിറ്റിയെ പറ്റി നോക്കുകയാണെങ്കിൽ നോട്ടോ 2019 to 2023 കണക്ക് പ്രകാരം നോക്കുമ്പോൾ 63.8% ഓർഗൻ ഡൊണേറ്റ് ചെയ്തത് ആരാണ് സ്ത്രീകളാണ്. ഓക്കെ, എന്നിരുന്നാലും ഇതിൽ 69.8% ഓർഗൻ റിസീവ് ചെയ്തത് ആരാണ് പുരുഷന്മാരാണ്. അപ്പൊ എന്താണ് ഒരു പാസ്റ്റ് 5 കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്തപ്പോൾ എന്താണ് ടോട്ടൽ 56,509 ഡൊണേഷൻ ഓർഗൻ ഡൊണേഷൻ ആണ് നടന്നത്. അതിൽ 36,038 ഡൊണേഷനും ചെയ്തത് ആരാണ് സ്ത്രീകളാണ്. ഇതില് എന്താണ് 17,041 സ്ത്രീകളിലേക്കാണ് ആ ഡൊണേഷൻ പോയത്. അതായത് അത്രേ പോയിട്ടുള്ളൂ. ബാക്കി എന്താണ് 39,447 പോയത് ആരിലേക്കാണ് പുരുഷന്മാരിലേക്കാണ് പറയുന്നത്. ഈ ഒരു ജെൻഡർ ഡിസ്പാരിറ്റിയെ പറ്റിയിട്ടാണ് ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. ഓക്കെ, ജെൻഡർ ഡിസ്പാരിറ്റി ഇൻ ഓർഗൻ ഡൊണേഷൻ അതായത് എന്താണ് വുമൺ ആർ മെജോറിറ്റി ഓഫ് ലിവിങ് ഡോണേഴ്സ് ബട്ട് റിസീവ് ഫാർ ഫ്യൂവർ ഓർഗൻസ്. നമ്മളിപ്പോ പറഞ്ഞ കണക്കൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. 2019-23 63.8% ലിവിങ് ഓർഗൻസ് ആണ് വുമൺ
നൽകിയത് എന്നാണ് പറയുന്നത്. എന്നാൽ അതിൽ 69.8% റിസീവ് ചെയ്താരാണ്? മെന്നാണ്. അതാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യാസ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പാരഡോക്സ്, വുമൺ ഡൊണേറ്റ് ദ മോസ്റ്റ് ആൻഡ് റിസീവ് ദ ലീസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റഡി നടന്നിട്ടുണ്ടായിരുന്നു. ലീഗൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? നോട്ടോ എന്താണ്? അപ്പെക്സ് ബോഡി അണ്ടർ യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി ഫോർ ഓർഗൻ ഡൊണേഷൻ ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ. ഓക്കെ, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് 1994 നോക്കുകയാണെങ്കിൽ എന്താ? പെർമിറ്റ്സ് ഓർഗൻ ഡൊണേഷൻ ബൈ ലിവിംഗ് ഡോണേഴ്സ് ആൻഡ് ബ്രെയിൻ സ്റ്റം ഡെഡ് ഡോണേഴ്സ്. അതുപോലെ 2011 ഒരു അമെന്റ്മെന്റിൽ എന്താ പറഞ്ഞ? ഇൻക്ലൂഡഡ് ഹ്യൂമൻ ടിഷ്യൂസ് ഇൻ ഡൊണേഷൻ. ഹ്യൂമൻ ടിഷ്യൂസും ഇൻക്ലൂഡ് ചെയ്തു ഡൊണേഷനിൽ. അതുപോലെ എന്താണ്? ബാൻ ഓൺ സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഓർഗൻസ്. ഹോസ്പിറ്റൽസ് എൻഗേജ്ഡ് ഇൻ റിട്രീവൽ ഓർ ട്രാൻസ്പ്ലാന്റ് മസ്റ്റ് ലിങ്ക് വിത്ത് നോട്ടോ. റീസെന്റ് അഡ്വൈസറി ബൈ നോട്ടോ 2025 നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രയോറിറ്റി ഇൻ അലോക്കേഷൻ ഫോർ എന്താണ്? വുമൺ പേഷ്യൻസ്, റിലേറ്റീവ്സ് ഓഫ് ഡിസീസ്ഡ് ഡോണേഴ്സ്. അതുപോലെ എന്താണ്? സ്റ്റേറ്റ് അഡ്വൈസ്ഡ് ടു എന്താണ്? സ്റ്റേറ്റ് എന്താണ് അഡ്വൈസ് ചെയ്തേക്കുന്നത്? ക്രിയേറ്റ് പെർമനന്റ് പോസ്റ്റ് ഫോർ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റേഴ്സ് ഇൻ ഹോസ്പിറ്റൽ. ഒരു പെർമനന്റ് ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്ററിനെ ക്രിയേറ്റ് ചെയ്യുക. ഡെവലപ്പ് ഓർഗൻ ഓർ ടിഷ്യൂ റിട്രീവൽ ഫെസിലിറ്റീസ് ഇൻ ഓൾ ട്രോമ സെന്റേഴ്സ് ആൻഡ് രജിസ്റ്റർ ദം. ട്രെയിൻ എമർജൻസി റെസ്പോണ്ടേഴ്സ് ആൻഡ് ആംബുലൻസ് സ്റ്റാഫ് ടു ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഡിസീസ്ഡ് ഡോണേഴ്സ് ഇയർലി. അതായത് റോഡ് ആക്സിഡന്റ്, സ്ട്രോക്ക് വിക്ടിംസ് ഒക്കെ ഉണ്ടല്ലോ, അവരെ പറ്റിയിട്ടാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അടുത്ത നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റസ് ഓഫ് ഓർഗൻ ഡൊണേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഗ്ലോബലി. ഇപ്പൊ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ എന്താണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അടുത്ത നോക്കുകയാണെങ്കിൽ എന്താ? സ്റ്റേറ്റസ് ഓഫ് ഓർഗൻ ഡൊണേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഗ്ലോബലി. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് എന്താണ്? ഏകദേശം 1,30,000 സോളിഡ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ് ആനുവലി നടക്കുന്നുണ്ട്. മീറ്റ്സ് ഓൺലി 10% ഓഫ് ഗ്ലോബൽ നീഡ്. ഗ്ലോബൽ നീഡിന്റെ 10% മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഓക്കെ, ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? 1.8 lakh പീപ്പിൾ ഡെവലപ്പ് എൻ സ്റ്റേജ് കിഡ്നി ഡിസീസ് ആനുവലി. ആനുവലി എത്രയാണ്? കിഡ്നി ഡിസീസ് എത്രയാണ്? 1.8 lakh വരെ വരുന്നുണ്ട്. ഓൺലി അപ്രോക്സിമേറ്റ്ലി 12% കിഡ്നി ട്രാൻസ്പ്ലാന്റ്സ് പെർഫോംഡ് പെർ ഇയർ. പക്ഷെ എന്താണ്? 12,000, ഏകദേശം 12,000-ഓളം ട്രാൻസ്പ്ലാന്റേഷനെ എന്താണ് പെർ ഇയറിൽ നടക്കുന്നുള്ളൂ. എ സിംഗിൾ ഡോണർ ക്യാൻ സേവ് അപ് ടു 8 ലൈഫ്സ്. അപ്പൊ ഒരു സിംഗിൾ ഡോണറിന് എന്താണ്? 8 ലൈഫ്സ് വരെ എന്താണ് സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആൻഡ് ഇംപ്രൂവ് മെനി മോർ. അതായത് എന്താണ്? ടിഷ്യൂ, കോർണിയ, സ്കിന്നൊക്കെ പോലുള്ള ടിഷ്യൂസ് ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അതായത് ഒരു മനുഷ്യനിൽ നിന്ന് 8 പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ചലഞ്ചസ് ഇൻ ഇന്ത്യ, ലാക്ക് ഓഫ് അവയർനെസ്. ചലഞ്ചസ് ഇൻ ഇന്ത്യ എന്തൊക്കെയാണ്? ലാക്ക് ഓഫ് അവയർനെസ്, കൾച്ചറൽ മിത്ത് ആൻഡ് സ്റ്റിഗ്മ, ഫാമിലി ഹെസിസ്റ്റൻസി ടു കൺസെന്റ്. അതുപോലെ എന്താണ്? വീക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ഓർഗൻ റിട്രീവൽ ഇൻ ട്രോമ ഓർ സ്ട്രോക്ക് കേസസ്. ഇതാണ് ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ. പോസിറ്റീവ് ഡെവലപ്മെന്റ്സ് എന്താണെന്ന് നോക്കിയാൽ എന്താണ്? സ്പെഷ്യൽ അപ്പീൽസ് ബൈ ഗവൺമെന്റ് ഓർ ഫാമിലീസ്. ഇത് കാരണം എന്താണ്? ഡോണർ രജിസ്ട്രേഷൻ കൂടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ എന്താണ്? അലോക്കേഷൻ സ്റ്റിൽ ഫോളോസ് എന്താ? വെയിറ്റിംഗ് ലിസ്റ്റ് റൂൾസ് ആൻഡ് മാച്ചിങ് ക്രൈറ്റീരിയ. നോ പ്രിഫറൻഷ്യൽ അലോക്കേഷൻ ഔട്ട്സൈഡ് റൂൾസ്. Allocation still follows waiting list rules and matching criteria. Advances in medical technology plus എന്താണ്? Effective post transplant medicines allow long healthy survival of recipients. ഇതാണ് ഒരു പോസിറ്റീവ് ഡെവലപ്മെന്റ്സ് ആയിട്ട് കണക്കാക്കുന്നത്. ഇത് എന്താണ്? GS പേപ്പർ 2-ലും അതുപോലെ GS പേപ്പർ 3-ലും ആണ് ഇതിനെ പറ്റിയിട്ട് പറയുന്നത്. അതായത് GS പേപ്പർ 2-ല് ഗവൺമെന്റ് പോളിസീസ്, ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്സ് ഓഫ് വുമൻ, അതുപോലെ റോൾ ഓഫ് നോട്ടോ, റെഗുലേറ്ററി മെക്കാനിസം ഒക്കെയാണ് ഇവിടെ പറയുന്നത്. GS പേപ്പർ 3-ൽ നോക്കുകയാണെങ്കിൽ എന്താണ്? ഹെൽത്ത് സെക്ടർ റിഫോംസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ടെക്നോളജി, ബയോ എത്തിക്സ് ഒക്കെയാണ് പറയുന്നത്. അഡ്രസ്സിംഗ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഗ്യാപ്പ് ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ്. ഇതാണ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ. അപ്പൊ ഈ ന്യൂസ് ഒക്കെ നന്നായിട്ട് നോക്കുക. ഇതിൽ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ മെയിൻസിലേക്കുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു.